നമസ്കാരം പ്രിയമുള്ളവർ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം. ഈ തല്ലും തലോടലും ഒരുപോലെ കൊണ്ടുപോകുന്നു എന്ന ഒരു സമീപനമാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പച്ചയായ പരമാർത്ഥം. ഞാൻ പറഞ്ഞു വരുന്നത് വേറൊന്നും കൊണ്ടല്ല, കാരണം ഇറാന്റെ ആണവായുധ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് തയ്യാറാണെന്ന് കാണിച്ചുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ ആത്മീയ നേതാവ് ആയത്തുള്ള ഖമനേയ്ക്ക് ഒരു കത്ത് അയച്ചതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഈ ഫോക്സ് ബിസിനസ്സിന് അദ്ദേഹം നൽകിയ ഒരു അഭിമുഖത്തിലാണ് ഡൊണാൾഡ് ട്രംപ് ഇക്കാര്യം വിശദീകരിക്കുന്നത്. അതായത് ഇറാനുമായി ഒരു സമാധാന ചർച്ചയ്ക്ക് ഡൊണാൾഡ് ട്രംപ് തയ്യാറാകുന്നു എന്ന വാർത്ത. മാത്രമല്ല, അദ്ദേഹം ഈ അവസരത്തിൽ ഇറാനെ മഹത്തായ ജനത, മഹത്തായ രാഷ്ട്രം എന്നൊക്കെ വിശേഷിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായി ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. അവരുടെ ആത്മീയ നേതാവ് ആയത്തുള്ള അലി ഖംനൈ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴും അവരുടെ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അറാക്ചിയുടെ പ്രസ്താവന ഉണ്ടായിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, അമേരിക്കയുമായി യാതൊരു തരത്തിലുള്ള ചർച്ചയ്ക്കും ഇറാൻ തയ്യാറല്ല എന്നാണ്. അമേരിക്കയുടെ വിരട്ടലും തന്ത്രങ്ങളും തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി. അതുകൊണ്ട് തന്നെ ഇത്തരം സമീപനങ്ങളോട്, അമേരിക്ക വെച്ചു പുലർത്തുന്ന ഇത്തരം സമീപനങ്ങളോട് ഇറാൻ പ്രതികരിക്കുന്നില്ല, അഥവാ ഇത്തരം സമീപനങ്ങളെ ഇറാൻ സ്വാഗതം ചെയ്യുന്നില്ല എന്നാണ് അബ്ബാസ് അറാക്ചിയുടെ പ്രസ്താവനയിൽ നിറഞ്ഞു നിൽക്കുന്ന പരമാർത്ഥം. മറ്റൊന്ന് കൂടി വരുന്നുണ്ട്. ഇറാനുമായി ചർച്ചയ്ക്ക് റഷ്യ മധ്യസ്ഥം വഹിക്കുമെന്ന് അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ പ്രസ്താവന ഉണ്ടായിരിക്കുന്നു. അതായത് ഇറാനും റഷ്യയും വളരെ സൗഹൃദത്തിലുള്ള രാജ്യങ്ങളാണ്. റഷ്യ ഇപ്പോൾ ഇറാനുമായുള്ള ചർച്ചയ്ക്ക്, അമേരിക്കയും ഇറാനുമായുള്ള ചർച്ചയ്ക്ക് മധ്യസ്ഥം വഹിക്കുമെന്ന ഒരു വിശദീകരണവും മാർക്കോ റൂബിയുടെ ഭാഗത്തു നിന്ന്, സ്റ്റേറ്റ് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു എന്നാണ്. അതായത് ഒരേ സമയം തന്നെ ഒരു വിലപേശലും അതേസമയം തന്നെ സമാധാനത്തിൻ്റെ ഒരു വാതിൽ തുറന്നിട്ടുള്ള സമീപനവുമാണ് അമേരിക്ക സ്വീകരിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഈ അവസരത്തിൽ. പക്ഷേ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം, ഈ ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ പ്രസ്താവനയ്ക്കെതിരെ ആയത്തുള്ള അലി ഖംനയുടെ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ലെങ്കിലും അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് വളരെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ പ്രതികരിച്ചിട്ടുണ്ട് എന്നതാണ് വസ്തുത. അദ്ദേഹം പറയുന്നത്, അമേരിക്കയെ പോലെ കരാറിന് വില കൽപ്പിക്കാതെ, അല്ലെങ്കിൽ കരാറിൽ നിന്ന് പിന്മാറുന്ന ഒരു രാജ്യവുമായി ഇനിയും ഒരു കരാറിൽ ഏർപ്പെടുന്നതിന് ഇറാനോ അല്ലെങ്കിൽ തനിക്കോ ഇനിയൊരു താല്പര്യവുമില്ലെന്ന് അലി ഖംനയുടെ പ്രസ്താവന മാസങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു. നമ്മൾ ഈ അവസരത്തിൽ ഇത് ചേർത്ത് വെക്കേണ്ടത് ഉണ്ട് എന്നതാണ് ഏറ്റവും വലിയ പരമാർത്ഥം. അദ്ദേഹം അത് പറയാനുള്ള കാരണം ആദ്യം ബരാക് ഒബാമ അമേരിക്കൻ പ്രസിഡന്റ് ആകുന്ന സമയത്ത് ഇറാനുമായിട്ട് അമേരിക്ക ഒരു കരാറിൽ ഏർപ്പെട്ടിരുന്നു. ഈ ആണവായുധ വ്യാപനം തടയുന്നതുമായി ബന്ധപ്പെട്ട ആ കരാറിൽ ഇറാന്റെ മേലുള്ള ഈ ഉപരോധമൊക്കെ പിൻവലിക്കുന്നതുമൊക്കെ ആ വിഷയമായ കരാറ്. പക്ഷേ ഏകപക്ഷീയമായി തന്നെ അമേരിക്ക ആ കരാറിൽ നിന്ന് പിന്മാറുകയായിരുന്നു. ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റപ്പോൾ അമേരിക്ക ഏകപക്ഷീയമായി തന്നെ ആ കരാറിൽ നിന്ന് പിന്മാറുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇറാൻ എത്രത്തോളം അമേരിക്ക നിർദ്ദേശം വയ്ക്കുന്ന ഈ ഒരു കരാറിലോട്ട് നടന്നെടുക്കുമെന്ന കാര്യത്തിലൊക്കെ വളരെ സംശയമുണ്ട് എന്നാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. എന്തായാലും ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് വീണ്ടും ഒരു കരാറുമായി, പണ്ട് താൻ തന്നെ ഉപേക്ഷിച്ച ഈ പഴയ കരാറും പൊടിതട്ടിയെടുത്തുകൊണ്ട് വരുന്നതിന് ഒരു കാരണം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്, ഡൊണാൾഡ് ട്രംപിന് ഈ ലോക സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിലൊക്കെ ചെറിയ കണ്ണുണ്ടെന്നാണ്. സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിലൊക്കെ അദ്ദേഹത്തിന് ചെറിയ കണ്ണുകളുണ്ട്. അതുകൊണ്ട് ഈ ഗസയുടെ പ്രശ്നവും ഇറാനുമായിട്ടുള്ള പ്രശ്നങ്ങളുമൊക്കെ എങ്ങനെയെങ്കിലും പരിഹരിച്ച് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം അടിച്ചെടുക്കുക എന്നൊരു ഉദ്യമത്തിലാണ് ഡൊണാൾഡ് ട്രംപ് പോകുന്നത് എന്നൊക്കെയുള്ള വാർത്തകളും അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് പറയുകയാണെങ്കിൽ, ഇസ്രായേലിന് ഇങ്ങനെ ഒരു കരാറിൽ ഏർപ്പെട്ട് സമാധാനം കണ്ടെത്തുന്നതിൽ ഒട്ടും താല്പര്യമില്ല. ഇസ്രായേലിൻ്റെ ആവശ്യമെന്ന് പറയുന്നത് ഇറാന്റെ ആണവായുധ നിലയങ്ങൾ ആക്രമിച്ച് ആ ആണവായുധങ്ങളൊക്കെ നശിപ്പിക്കുക എന്നാണ്. കാരണം ഇറാനെ സംബന്ധിച്ച് ഈ ആണവായുധ കരാർ ഒപ്പിടുന്ന ഒരു ഏർപ്പാടുണ്ടായാൽ, അമേരിക്ക നേരത്തെ പോലെ ഏകപക്ഷീയമായി കരാറിൽ നിന്ന് പിന്മാറിയാൽ, ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് യുറേനിയൻ സമ്പുഷ്ടീകരണം ഏകദേശം നേരത്തെ ഉണ്ടായിരുന്നതിൻ്റെ 60% ഇരട്ടിയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇനിയൊരു ആണവായുധ കരാറിൽ നിന്ന് അമേരിക്കയോ പിന്മാറിയാലും അവർക്ക് ആഴ്ചകൾക്കുള്ളിൽ തന്നെ പുതിയ ഒരു ആണവായുധം ഉണ്ടാക്കിയെടുക്കുന്നതിന് സാധിക്കും, പുതിയ ആണവായുധങ്ങൾ ഉണ്ടാക്കുന്നതിന് സാധിക്കും. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ആഗ്രഹിക്കുന്നത് ഇറാനെ ആക്രമിച്ച് ആണവായുധ കേന്ദ്രങ്ങൾ തകർക്കാനാണ്. അതുകൊണ്ട് ഈ സമാധാന കരാറിനൊക്കെ ഇസ്രായേൽ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. എന്തായാലും തൽക്കാലം ഈ വാർത്താലോചന വിടവാങ്ങുന്നു. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. ജയ് ഹിന്ദ്.